റെയിൽവേയുടെ ചുമതലയുള്ള വി അബ്ദുൾ റഹ്മാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിന് മൂന്നാമത്തെയും നാലാമത്തെയും റെയിൽവേ ലൈൻ അത്യാവശ്യമാണ്. ഈ ആവശ്യവുമായി പലതവണ കേരളം കേന്ദ്രത്തെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. മൂന്നാമത്തെയും നാലാമത്തെയും ലൈൻ ആവശ്യമാണെങ്കിൽ അത് കേരളത്തിന്റെ സ്വന്തം കാശെടുത്ത് ചെയ്യണം എന്നാണ് മറുപടി കിട്ടിയത്. അതായത് കേന്ദ്രം ചെയ്യേണ്ട കാര്യം പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്ന്. അത് കേരളത്താൽ സാധ്യമല്ല. മാത്രമല്ല റെയിൽവേ വികസനം ഇപ്പോഴും എപ്പോഴും എല്ലാം കേന്ദ്രത്തിന്റെ ചുമതല തന്നെയാണ്. ഇത് കേരളയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയവുമല്ല. രണ്ടും തികച്ചും വ്യത്യസ്തമായ രണ്ട് ഗതാഗത മാർഗങ്ങളുമാണ്. പക്ഷെ കാശിന്റെ കാര്യത്തിലെ കേന്ദ്ര നിലപാട് നോക്കണം. അതേപോലെ കേരളയിലിന് ബദലായി കേരളത്തിലെ സകല കേരളയിൽ വിരുദ്ധരും പറഞ്ഞ കാര്യമാണ് ഈ പാത ഇരട്ടിപ്പിക്കൽ എന്ന കാര്യവും. അതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എന്തിനായിരുന്നു ഇക്കൂട്ടർ കേരളയിലിന് ബദലായി ഇപ്പോഴുള്ള ലൈനുകൾക്ക് സമാന്തരമായ പാത എന്ന സൊല്യൂഷൻ കൊണ്ടുവന്നത് എന്ന കാര്യം ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല. കേരള സംസ്ഥാനത്തിന്റെ കാശ് മുഴുവൻ തിന്നു തീർക്കും, അതുകൊണ്ട് കേന്ദ്രത്തോട് പറഞ്ഞ് സമാന്തര പാത കൊണ്ടുവന്നാൽ മതി എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഭാഗവും. ഇപ്പൊ സംഗതി നിൽക്കുന്ന പൊസിഷൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കേരളയിൽ പാടില്ല, പകരം സമാന്തര പാത വരണമെങ്കിൽ കേരളത്തിന്റെ കാശെടുത്ത് ചെയ്യുകയും വേണം. ചുരുക്കത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ശബരി റെയിലിന്റെ കാര്യത്തിൽ റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചപ്പോൾ അതിനല്ല, മൂന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന നിലപാടാണ് വന്നിരിക്കുന്നത്. സന്തോഷം. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദേ വരുന്നു അടുത്ത പണി. ആ ട്രാക്കുകളുടെ കാശും കൂടി കേരളം എടുക്കണം എന്നത് തന്നെ. അതേസമയം ഇങ്ങ് കേന്ദ്ര ബജറ്റിൽ വരിക്കുന്ന സമയത്ത് റെയിൽവേ വികസന രംഗത്ത് സംസ്ഥാനം സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം നിൽക്കുന്നത്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി, വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽവേ പാത അടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് തയ്യാറാക്കലിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി KN ബാലഗോപാൽ കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ അടക്കമുള്ളവ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി, റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതികൾ, അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചൻകോട്, തലശ്ശേരി മൈസൂർ റെയിൽ പാതകൾ എന്നിവയ്ക്ക് അർഹമായ പരിഗണന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. യാത്രാ കണക്ടിവിറ്റി പ്രശ്നത്തിൽ അടക്കം പരിഹാരം ഉണ്ടാവണമെന്ന് കോൺഫെഡറേഷൻ ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽപാത അടക്കമുള്ള പദ്ധതികളിലൂടെ മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം രാജ്യത്തിന് ലഭ്യമാകുള്ളൂ. ഇതിന് സർക്കാർ മേഖലയിൽ വലിയ നിക്ഷേപം ആവശ്യമാണ് എന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാടിനായി ഒന്നും ചെയ്യാത്ത തന്നെ കേന്ദ്രം സംസ്ഥാനത്തെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.